അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 18-ാം സങ്കീർത്തനം 28-ാം വാക്യം നമുക്ക് വായിക്കാം. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. തൻ്റെ മകനായ യോനാഥാൻ്റെ രാജസ്ഥാനം ദാവീദിന് കൊടുക്കേണ്ടി വരും എന്ന ഭയത്താൽ ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ യഹോവയുടെ അഭിഷിക്തനായ ദാവീദിനെ കൊല്ലുവാനായി വർഷങ്ങളോളം വേട്ടയാടിക്കൊണ്ടിരുന്നു. 2 ശമൂവേൽ 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ ദാവീദ് സഞ്ചരിച്ചിരുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദിനെ കൊല്ലുവാൻ ശൗലിന് കഴിഞ്ഞില്ല. തന്നെയുമല്ല, അവൻ്റെ സകല ശത്രുക്കളെയും യഹോവ നശിപ്പിച്ച് കളഞ്ഞ് ദാവീദിനെ ദൈവം രക്ഷിച്ചു. താൻ വേട്ടയാടപ്പെട്ടിരുന്ന കാലത്ത് ദാവീദിന് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നു: തൻ്റെ പ്രാണൻ യഹോവയുടെ ജീവപാണ്ഡത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന്. ആ കഷ്ടതയുടെ നാളുകളിൽ അവൻ ദൈവത്തോട് കൂടുതൽ അനുസരണത്തോടെ ജീവിച്ചു. നാം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിൽ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കുവാൻ ദൈവം ഒരുക്കിത്തരുന്ന അവസരങ്ങളാണ് ആ പ്രതികൂലങ്ങളെന്ന് നാം തിരിച്ചറിയണം. ദാവീദിൻ്റെ കഷ്ടകാലം മിക്കവാറും തീർന്ന സമയത്ത് താൻ ജയാളിയായതിനു ശേഷം പറഞ്ഞ വാക്കുകളാണ്: എൻ്റെ ദൈവം എൻ്റെ ദീപത്തെ കത്തിക്കും എന്ന്. 18-ാം സങ്കീർത്തനം 28-ാം വാക്യത്തിൽ നാം ഇത് കേട്ടതാണ്. ഇതേ വാക്യത്തിൽ ദാവീദ് തുടരുകയാണ്: യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ദാവീദിൻ്റെ ഒരു സാക്ഷ്യമാണിത്. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് എന്നെ സഹായിച്ചു, തുടർന്നും ഞാൻ അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ട് അവൻ എന്നെ കൈവിടുകയില്ല എന്നാണ് താൻ ഈ വാക്കുകളിൽ കൂടി അർത്ഥമാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴി തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം സാത്താനാകുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ നമ്മെ തടഞ്ഞു നിർത്തിയാലും തക്ക സമയത്ത് തന്നെ വെളിച്ചമാകുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കായി എത്തുകയും നമ്മുടെ അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യും എന്നതിന് സംശയമില്ല. മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത വിധം വഴി അടഞ്ഞു എന്ന് തോന്നുമ്പോൾ ഓർക്കുക, ഇസ്രയേലിൻ്റെ പരിപാലകൻ അടഞ്ഞ വഴി തുറക്കുന്നവനാണെന്ന്. അടഞ്ഞ വഴി തുറക്കുക മാത്രമല്ല, വഴിയില്ലാത്ത സ്ഥലമാണെങ്കിൽ അവിടെ ഒരു പെരുവഴി ഉണ്ടാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ശക്തനാണെന്ന് നാം മനസ്സിലാക്കണം. പലപ്പോഴും ശൗൽ ദാവീദിനെ തിരഞ്ഞ് കൈയെത്തും ദൂരത്ത് അടുത്തിട്ടുണ്ട്. അപ്പോഴെല്ലാം കർത്താവ് തക്ക സമയത്ത് ശൗലിനെയും അവൻ്റെ കൂട്ടുകാരെയും വഴി തിരിച്ചു വിട്ടുകൊണ്ട് ദാവീദിനെ രക്ഷിച്ചിട്ടുണ്ട്. എവിടെ നിന്നെല്ലാം അവൻ്റെ പ്രതികൂലങ്ങൾ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവം അവനൊരു പരിചയമായി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, വഴി അടഞ്ഞു എന്ന് തോന്നുമ്പോൾ ചെങ്കടലിൽ വഴി തുറന്ന് ഇസ്രായേൽ മക്കളെ മറുകരയിൽ എത്തിച്ച കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. മുന്നോട്ട് പോകുവാൻ കഴിയാതെ ക്ഷീണിച്ച അവസ്ഥയിൽ ആകുമ്പോൾ ക്ഷീണമെല്ലാം അറിയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനോട് നാം പ്രാർത്ഥിക്കണം. അവൻ പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. അവൻ പരിഹാരമുണ്ടാക്കും നിശ്ചയം. ഭാവി ഇരുൾ അടഞ്ഞുപോയി എന്ന് തോന്നുന്നുണ്ടോ? സകല പ്രശ്നങ്ങളുടെയും പരിഹാരകനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലൂ. അവൻ നമ്മുടെ വഴികളെല്ലാം നേരെയാക്കി തരും. നല്ല ആലോചനക്കാരനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ കൃത്യമായി വഴി പറഞ്ഞു തന്ന് നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കും. അവൻ പറയുകയാണ്: ക്ഷീണിച്ചു പോകേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന്. ദാവീദിൻ്റെ എല്ലാ പ്രതിസന്ധിയിലും നല്ല ആലോചനക്കാരനും വഴികാട്ടിയുമായി ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. കാരണം അവൻ ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്യുന്നവനായിരുന്നു, ദൈവത്തെ സകലത്തിലും പ്രസാദിപ്പിക്കുന്നവനായിരുന്നു എന്ന് ദൈവം തന്നെ അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവൻ കർത്താവിൻ്റെ കൽപ്പനകൾ ഒന്നുപോലും വിട്ടുകളയാതെ അവൻ്റെ ന്യായപ്രമാണത്തിൽ ഭയമുള്ളവനും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനുമായിരുന്നു. അവൻ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് തന്നെ ശൗൽ രാജാവിനോ ദാവീദിൻ്റെ മകനായ അബ്ശലോമിനോ അഹിതോഫെലിനോ ഫിലിസ്ത്യ മലനായ ഗോലിയാത്തിനോ കരടിക്കോ സിംഹത്തിനോ മറ്റു ശത്രു രാജാക്കന്മാർക്കോ ദാവീദിനെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. 2 ശമൂവേൽ 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ കൂടി യഹോവ ദാവീദിനോട് പറയുകയാണ്: നീ സഞ്ചരിച്ചു പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നു.
നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്നും ഛേദിച്ച് കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ദാവീദിനെ നശിപ്പിക്കുവാൻ ആർക്കും സാധിക്കാതിരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നാം സകലത്തിലും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് സ്നേഹിച്ചാൽ അവൻ നമ്മോടുകൂടെ നിത്യം വസിക്കുകയും നമ്മുടെ വ്യസനവും പ്രതികൂലങ്ങളും അവൻ മാറ്റിത്തരികയും ജയജീവിതം സാധ്യമാക്കി തരികയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ യാതൊരു പ്രതിസന്ധിയും ഉണ്ടാവുകയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെയോ, നമ്മെ തകർക്കുവാനൊരു പ്രശ്നത്തെയും നമ്മെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവായ യേശു ക്രിസ്തു സമ്മതിക്കുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആകയാൽ ദാവീദിനെ പോലെ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുകയും നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്ക കൃപ അങ്ങ് അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. ഏതെങ്കിലും പ്രതിസന്ധി മൂലം കഷ്ടപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ അടിയനെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രതിസന്ധികൾക്കൊരു പരിഹാരം വരുത്തി കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.